ഇന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുന്ന സമയത്ത് ഞാൻ ഒരാളുടെ വീഡിയോ അല്ല തംബ്ലൈൻ കാണാൻ ഇടയായി. അപ്പോൾ തംബ്ലൈനിൽ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ആനിവേഴ്സറി സ്പെഷ്യൽ, വെഡ്ഡിങ് ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറഞ്ഞിട്ട് അമ്പലത്തിൽ പോയി വരുന്നൊരു വീഡിയോ ആണ്. അപ്പോൾ അത് കണ്ട സമയത്ത് ഞാൻ ഒരുപാടിരുന്ന് ആലോചിച്ചു. എന്താന്ന് വെച്ചാൽ 10-20 വർഷം ഒരുത്തൻ്റെ കൂടെ ജീവിച്ച് ഇതേപോലെ ആനിവേഴ്സറി ഒക്കെ കഴിച്ച് കൂട്ടിയ ഒരാളാണ്. പെട്ടെന്ന് വേറൊരുത്തൻ്റെ കൂടെ പോയിട്ട് അവിടെ ആനിവേഴ്സറിക്ക് പോയിട്ട് അമ്പലത്തിലൊക്കെ പോയി പൂജയൊക്കെ കഴിച്ച് അത് പോസ്റ്റ് ചെയ്യുമ്പം ഈ സ്ത്രീയുടെ മനസ്സിൽ മുമ്പ് കഴിഞ്ഞ കാര്യങ്ങളൊന്നും ഓർമ്മ വരുന്നില്ലായിരിക്കും. വല്ലാത്തൊരു മനസ്സ് തന്നെയാണ്. ഇപ്പം ഇങ്ങനെ ഒരു ആനിവേഴ്സറി ആയിട്ട് നിൽക്കുന്ന സമയത്ത് എപ്പോഴെങ്കിലും അറിയാതെ ചിന്തിച്ചു പോകില്ലേ, നോർമലി ഒരു മനുഷ്യന് എൻ്റെ ആദ്യത്തെ ഭർത്താവായിരുന്നുവെങ്കിൽ എൻ്റെ കുട്ടികളോടുകൂടെ ഇപ്പം എന്ത് സന്തോഷത്തോടു കൂടെ കഴിക്കേണ്ട ഒരു ആനിവേഴ്സറി ആയിരുന്നു ഇത് എന്ന് പോലും ഒരു കൂശൽ പോലും ഇല്ലാതെ പുതിയ ബിയ്യാപ്പിളിൻ്റെ കൂടെ പുതിയ രീതിയിൽ അവന് പൊട്ടും കുത്തിക്കൊടുത്ത് അവനെയും കയ്യും പിടിച്ച് നടക്കുമ്പം നീയൊക്കെ ഒരു സ്ത്രീ തന്നെയാണോ എന്ന് എനിക്ക് പല പ്രാവശ്യം ചോദിക്കേണ്ട ഒരു ഗതികേടിലായിപ്പോയി. കാരണം നിനക്ക് പറ്റുള്ളിടേ ഒരു ആനിവേഴ്സറി എന്നൊക്കെ വെച്ചാൽ നമ്മൾ എപ്പോഴാണെങ്കിലും ഏതൊരു വെഡ്ഡിങ് ആനിവേഴ്സറിക്കാണെങ്കിലും ആദ്യം നമ്മുടെ മനസ്സിലേക്ക് ആ ഡേ ആണ് ഓർമ്മ വരിക. അപ്പം എന്നെയൊക്കെ സംബന്ധിച്ച് എൻ്റെയൊക്കെ ആനിവേഴ്സറി ജനുവരി 17 ആയപ്പോൾ ആവുമ്പം തന്നെ 18 എന്ന് പറയുമ്പം ആ കഴിഞ്ഞ കാല 16 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള ഞങ്ങളുടെ കല്യാണ തലേ ദിവസവും കല്യാണം വിളിച്ച സമയത്ത് ആ കല്യാണം ഉറപ്പിച്ച സമയത്ത് വിളിച്ചുകൊണ്ടിരുന്നതും അങ്ങനെ പിടിച്ച് എല്ലാ കാര്യങ്ങളും നമ്മൾ ഓർത്തെടുക്കും. അപ്പം അങ്ങനെ ഓർത്തെടുക്കേണ്ട ഇവൾ 2 ആനിവേഴ്സറി, ഇപ്പം ഈ ഒരു ആനിവേഴ്സറി കഴിച്ചു. അപ്പം ആദ്യ ഭർത്താവിൻ്റെ വിവാഹം കഴിച്ച ഡേ ഇവൾക്ക് ഓർമ്മ വരുമ്പോൾ ഇവൾ എന്താ ചെയ്യുക? എനിക്കത് മനസ്സിലാവുന്നില്ല. അപ്പോൾ എന്നിട്ട് ഏതൊരു സ്ത്രീയാണെങ്കിലും നമ്മുടെ ഭർത്താവിന് ഗിഫ്റ്റ് വാങ്ങി കൊടുക്കുക, നമുക്ക് ഗിഫ്റ്റ് വാങ്ങി തരിക, അതൊക്കെ ഭയങ്കര ഒരു വല്ലാത്തൊരു മൊമെൻ്റാണത്. ഈ സ്ത്രീ ഇപ്പോഴത്തെ ഭർത്താവിൻ്റെ കൂടെയുള്ള ആനിവേഴ്സറി ആഘോഷിക്കുമ്പം കഴിഞ്ഞ ഒരുപാട് കാലം പഴയ ഭർത്താവിൻ്റെ കൂടെ ആഘോഷിച്ചിട്ടില്ലായിരുന്നോ എന്ന് പോലും ചിന്തിക്കാതെ ഒരു ഉളുപ്പും ഒരു കൂശലും ഇല്ലാണ്ട് വീഡിയോ എടുത്ത് ആനിവേഴ്സറി സ്പെഷ്യൽ എന്ന് പറഞ്ഞിടാൻ എൻ്റെ പൊന്നും മോളെ നിനക്കേ പറ്റുള്ളൂ. നീയാണ് ഏത് മനസ്സാക്ഷി ഇല്ലാത്തൊരു പെണ്ണ് എന്ന് പറയുന്നത്. ഏതായാലും പാവം മക്കൾ അതുങ്ങൾക്കൊരു ഹാപ്പി അവരുടെ അച്ഛൻ്റെ കൂടെ ആനിവേഴ്സറി നടത്തുന്ന സമയത്തായിരിക്കും. അത് നടത്താതെ എവിടെയൊക്കെ എടുക്കുന്ന ഒരുത്തൻ്റെ കൂടെ കാമം തീർക്കാൻ പോയാൽ ഹിന്നെയൊക്കെ എന്നിട്ട് അത് ഉളുപ്പില്ലാണ്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ കുറച്ചെങ്കിലും ഉളുപ്പ് വേണടി. 10 പേര് കണ്ടാൽ എന്നെപ്പോലെ ചിന്തിക്കില്ലേ എന്നുള്ള ചിന്താഗതിയെങ്കിലും വേണ്ടീനും. അതുപോലും ഇല്ലാഞ്ഞിട്ടവന് പൊട്ടുകുത്തി കൊടുക്കാഞ്ഞിട്ടും വണ്ടിക്ക് പൊട്ടുകുത്തി കൊടുക്കാഞ്ഞിട്ടൊക്കെയാ എന്തല്ലേ. ഇപ്പോൾ കഴിഞ്ഞ കാലം കൂടി ഒന്ന് ഓർത്തോ. നീ പറഞ്ഞല്ലോ ഒരുപാട് സഹിച്ചിരുന്നതാണെന്ന്. കുറേ നല്ല മൊമെൻറ്റുകൾ അതിലുണ്ടായിരുന്നു. നിനക്ക് സഹിച്ചതുപോലെ തോന്നിയത് നിന്റെ മുമ്പിൽ വേറൊരുത്തം പ്രത്യക്ഷപ്പെട്ടപ്പോൾ അതിനു മുമ്പേ സ്വർഗമായിരുന്നു അത്. സ്വർഗം മറന്നുപോലേ.